കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പിന്നിലെ മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈൻ മാറ്റിസ്ഥാപിക്കാൻ KSEBക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി വ്യക്തമാക്കി. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിലേക്കാണ് കല്ലും മണ്ണും ഇടിഞ്ഞു വീണത്. ഇതേ തുടർന്ന് കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലെന്ന് നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം റിപ്പോർട്ട് നൽകുകയും ചെയ്തു. പിന്നീട് കല്ലും മണ്ണും നീക്കം ചെയ്യാൻ നഗരസഭ ഫണ്ട് അനുവദിച്ചു. എന്നാൽ ഇതുവരെയും ഇത് പൂർണ്ണമായി മാറ്റിയില്ല. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. അപ്പം ഇവിടെ ആ സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ ബാക്കിൽ ഒരു കുണ്ടാണ്, അവിടെ മണ്ണിടിഞ്ഞ് പകുതി ഭാഗത്തോളം കയറിയിട്ടുണ്ട്. ബാലൻസ് മാറ്റുന്നതിന് വേണ്ടി അത് നേരത്തെ വന്ന് കാണുകയും ഞാൻ മുനിസിപ്പാലിറ്റിയായിട്ട് സംസാരിക്കുകയും മുനിസിപ്പാലിറ്റിക്കാരത് മാറ്റേണ്ടതാണ്, അവർ മാറ്റാൻ ആവശ്യം നടപടി സ്വീകരിച്ച് ടെൻഡർ ചെയ്തു. ടെൻഡർ എടുത്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ കാലാവസ്ഥ ഇപ്പം മെച്ചപ്പെട്ടാൽ ആ മണ്ണ് മാറ്റുന്നതിന് ആവശ്യം നടപടി സ്വീകരിക്കുന്നതാണ്. സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ അധികം ഉയരമില്ലാതെ വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത് അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. ഇത് മാറ്റി സ്ഥാപിക്കുവാൻ KSEBക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു. കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എസ്റ്റിമേറ്റ് 2-ാം മാസം KSEB സ്കൂളിന് നൽകിയെന്നാണ് അവർ എന്നോട് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും ശരി, അത് മാറേണ്ടതിൻ്റെ അനിവാര്യമുണ്ട്. അതിനാവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി PTA കമ്മിറ്റി അത് സബ്മിറ്റ് ചെയ്യണം. ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് ഇത്തരം പ്രശ്നങ്ങളിൽ പെട്ടെന്ന് അത് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് അവർക്ക് ഫിനാൻഷ്യലി ചിലപ്പോൾ രക്ഷപ്പെടുത്തുന്നുണ്ടാകാം. ഈ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടും ഇത് വളരെ അത്യാവശ്യമെന്ന ബോധ്യമുള്ളതുകൊണ്ടും അതിനാവശ്യമായ തുക MLA ഫണ്ടിൽ നൽകുക. മന്ത്രി റോഷി അഗസ്റ്റിനും MM മണി MLAയും സ്കൂളിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.